വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-29 തിരുവചനം. മത്തായി 11:28-29 തിരുവചനങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട പുണ്യങ്ങളിൽ ഒരു പ്രധാന പുണ്യമാണ് യേശുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമായി യേശു തന്നെ പറയുന്ന ശാന്തത എന്ന പുണ്യം. ശാന്തത എന്ന് വെച്ചാൽ അത് വിശുദ്ധിയുടെ ഒരക്കല്ലാണെന്നാണ് പറയുക. വിശുദ്ധിയുടെ ഒരക്കല്ല് എന്താണെന്ന് ചോദിച്ചാൽ അത് ശാന്തതയാണ്. ശാന്തത പ്രതികൂല സാഹചര്യങ്ങളിൽ, ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളോട് ഒരു വ്യക്തി എങ്ങനെ പ്രതികരിക്കുന്നു, അതിനെങ്ങനെ ഒരു വ്യക്തി നേരിടുന്നു, അത് നോക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ വിശുദ്ധി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ പഴയ നിയമത്തിലെ പഴയ നിയമത്തിലെ ജോബും പ്രവാചകന്മാരിലെ ജെറമിയായും ഈ ശാന്തതയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇപ്പോൾ ജോബിൻ്റെ ശാന്തത നോക്കുക. ജോബിൻ്റെ ശാന്തത, വലിയ സന്തോഷത്തിലായിരിക്കുന്ന മനുഷ്യൻ, സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം എല്ലാം കൊണ്ടും സന്തോഷിച്ചിരുന്നൊരു സമയത്താണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വലിയ ദുരിതങ്ങളും ദുരന്തങ്ങളും തകർച്ചകളും രോഗങ്ങളും കടന്നു വരിക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു തകർച്ചയിൽ അദ്ദേഹം എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? അതാണ് ജോബിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങൾ. സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി, അവൻ ജോബിൻ്റെ ശരീരത്തെ അടിമുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് ചാരത്തിലിരുന്ന് ഓട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. ഇതാണ് ഭാര്യ സഹനത്തിൽ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ജോബ് ഭാര്യയോട് എന്താ പറഞ്ഞത്? ശരി, അങ്ങനെ തന്നെ ചെയ്യാം, അതിനീ നല്ലത്, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, ജോബ് ഭാര്യയോട് പറഞ്ഞു, ഭോഷത്വം പറയുന്നുവോ? ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഈ കാര്യങ്ങളിലൊന്നിലും ജോബ് നാവുകൊണ്ട് പാപം ചെയ്തില്ല. ഹല്ലേലൂയ. ഇപ്പോൾ ജോബിൻ്റെ സഹനത്തോടുള്ള രീതി കണ്ടോ? ജോബിനൊരു പ്രശ്നം വന്നപ്പോൾ ജോബ് അത് ശാന്തതയോടെയാണ് സഹിക്കുക. എന്നാൽ ജോബിൻ്റെ ഭാര്യയ്ക്ക് അത് ശാന്തതയോടെ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവൾ പൊട്ടിത്തെറിക്കുകയാണ്. അവൾക്ക് സന്തോഷം വന്നപ്പോൾ അവളുടെ ജീവിതത്തിൽ വലിയ ശാന്തതയുള്ളൊരു വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ അവളുടെ ഇടവകയിൽപ്പെട്ട മറ്റുള്ളവരൊക്കെ ജോബിൻ്റെ ഭാര്യനെ ഒരു മാതൃക ലേഡിയായിട്ടാണ് കരുതിയിട്ടുണ്ടാവുക അതുവരെ. പക്ഷെ സഹനം വന്നപ്പോഴാണ്, അതാണ് വിശുദ്ധിയുടെ ഒരക്കല്ല്. കണ്ടോ സഹനം, അല്ലെങ്കിൽ ഈ ശാന്തതയോടെ നിനക്ക് ഒരു സഹനം വരുമ്പോൾ ശാന്തതയോടെ പെരുമാറാൻ പറ്റുന്നുണ്ടോ? നിനക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത വരുമ്പോൾ, ടെൻഷൻ വരുമ്പോൾ, ആകുലത വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളതിനെ എങ്ങനെ എത്രമാത്രം ശാന്തതയോടെ അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. ചിലർക്ക് സന്തോഷം വരുമ്പോഴായിരിക്കും ശാന്തത കൈവിടുക. അങ്ങനെയുണ്ട്. സന്തോഷം വരുമ്പോൾ വലിയ സമ്പത്തും സ്ഥാനമാനങ്ങളും പ്രസ്റ്റീജും പ്രശസ്തിയും വലിയ വിജയമൊക്കെ കിട്ടുമ്പോൾ, ചിലർക്ക് ജോലിയൊക്കെ കിട്ടുമ്പോൾ എവിടേക്ക്, എന്താ ചെയ്യണ്ടേ, എന്താ പറയണ്ടേ, എവിടെ നിൽക്കണ്ടേ, ആരോടാ സംസാരിക്കണേ, ഒന്നും ഒരു പിടുത്തമില്ലാത്ത ആളുകളുണ്ട്. ശാന്തത നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അമിതമായ സന്തോഷത്തിലും ശാന്തത നഷ്ടപ്പെടുന്നവരുണ്ട്. ദുഃഖം വരുമ്പോഴും ശാന്തത നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 4-ാം തിരുവചനം പറയുകയാണ്, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ നമ്മൾ ശാന്തത കൈവെടിയരുത്. ഹല്ലേലൂയ. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. ജോബ് ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ആ മകൻ
ശാന്തതയോടെ അത് സഹിക്കുകയാണ്. കണ്ടോ ശാന്തത. ജെറമിയ പ്രവാചകനും പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും അധികം അവഗണിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട, തെറ്റിദ്ധരിക്കപ്പെട്ട, ടാറടിക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ജെറമിയ പ്രവാചകൻ. അദ്ദേഹം ഈ ഇസ്രായേൽ ജനത്തിൽ നിന്ന് കിട്ടി അവഗണനയും നിന്ദനയും പരിഹാസവും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും കളിയാക്കലും എങ്ങനെ അദ്ദേഹം സഹിച്ചേ? അദ്ദേഹം വളരെ ശാന്തതയോടെ സഹിച്ചു എന്നാണ് പറയുക, ശാന്തതയോടെ. ഇനി പഴയ നിയമത്തിലെ ശാന്തതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണം ആരാന്നറിയും നിങ്ങൾക്ക്? അത് മറ്റാരുമല്ല, നമ്മുടെ വിക്കനായ മോശയാണ്. ഇസ്രായേൽ ജനം കണ്ട ഏറ്റവും വലിയ നേതാവ് ആരാണത്? മോശയാണ്. ഈ മോശ തന്നെയാണ് ഈ ഭൂമുഖത്ത് വെച്ച് ഏറ്റവും സൗമ്യനായ വ്യക്തി എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 3-ാം തിരുവചനം. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിൽ വെച്ച് സൗമ്യനായ ശാന്തനായ വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹമാണ് ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ ശാന്തനെന്ന് പറയാൻ കാരണം? അദ്ദേഹം പൊട്ടിത്തെറിക്കുന്ന വേറെ സന്ദർഭം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാനാൻ ദേശത്ത് പ്രവേശിക്കാതെ പോയത്. പക്ഷേ അദ്ദേഹത്തെ ശാന്തതയ്ക്ക് ഉദാഹരണമായിട്ട് ബൈബിൾ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ മിരിയാമും അഹ്റോനും ഇവർ രണ്ടുപേര് പോലും ഈ മോശയ്ക്കെതിരെ പിറുപിറുക്കുകയും മോശയെ പല കാര്യങ്ങളും കുറ്റപ്പെടുത്തുകയും പാരവയ്ക്കുകയും ടാറടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ മോശ വളരെ സൗമ്യനായിട്ടാണ് അവരോട് പെരുമാറിയത്, ശാന്തതയോടെയാണ് പെരുമാറിയത്. നമുക്കറിയാം ഇസ്രായേൽ ജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1, 2, 5, 10 പേരല്ല ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനം എന്ന് വെച്ചാൽ 16 ലക്ഷം മുതൽ 20 ലക്ഷം പേരുണ്ട് ഇസ്രായേൽ ജനം. ഈ ഇസ്രായേൽ ജനത്തെയാണ് ഈ ഏകദേശം ഒരു 40 വർഷത്തോളം ഈ മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തിലേക്ക് മോശ നയിച്ചത്. ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഇസ്രായേൽ ജനം എന്ന് വെച്ചാൽ നന്ദിയില്ലാത്തൊരു ജനം, ഒരു അനുസരണമില്ലാത്ത ഒരു ജനം, ആരെന്ത് പറഞ്ഞാലും കൂട്ടാക്കാത്ത ഒരു ജനം. ഇങ്ങനൊരു ലക്ഷക്കണക്കിന് ആൾക്കാരെ നയിക്കാൻ ഒരു മനുഷ്യന് എങ്ങനെ സാധിക്കും? അത് സൗമ്യതയോടെ പലരും പല സ്വഭാവം. നമുക്കറിയാം ഒരു വീട്ടിൽ തന്നെ ഒരു അപ്പനും അമ്മയ്ക്കും പറ്റ മക്കൾ തന്നെ 3 സ്വഭാവമാണ്, അല്ലെങ്കിൽ 2 സ്വഭാവമാണ്, അല്ലെങ്കിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം വേറെ സ്വഭാവങ്ങളാണ്. ഒന്നിനോട് യോജിച്ച് പോകുന്നില്ല. ഈ 2, 4, 3 പേരുള്ള വീട്ടിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വിവിധ മാതാപിതാക്കൾക്ക് ജനിച്ചവർ, വിവിധ ആശയഗതികളുള്ളവർ, ഇങ്ങനെ പലതരത്തിലുള്ള സ്വഭാവക്കാർ, ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടം തെറ്റി പോകാതെ എല്ലാത്തിനും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണ്ടേ? അതിന് വലിയ നിസാര ശാന്തത പോരാ. അതുകൊണ്ടാണ് ഈ ബൈബിള് മോശയാണ് ഈ ഭൂമുഖത്തെ ഏറ്റവും ശാന്തനായ മനുഷ്യൻ എന്ന് പറയുക. ഇങ്ങനെ വിവിധ ആശയഗതികളുള്ളവരെയും തല്ലും വഴക്കും പറഞ്ഞാൽ മനസ്സിലാക്കാത്തവരും അനുസരണക്കേടുള്ളവരൊക്കെയാണ് മോശ സൗമ്യതയോടെ ശാന്തതയോടെ ഇത്രയും കാലമൊക്കെ നയിച്ചത്. അങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോശയ്ക്ക് ദേഷ്യം വന്നൊരു സമയമുണ്ട്. അത് അച്ഛൻ വായിക്കാം. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം. അവിടെ അവർ മെരീബ ജലാശയത്തിനെങ്കിൽ എത്തി. അവിടെ വെച്ച് എന്തുണ്ടായി? അവർക്ക് വെള്ളമില്ല. അവരൊരു സിൻ മരുഭൂമിയിലാണ് എത്തുക. സിൻ മരുഭൂമിയിലെത്തി. അവിടെ അവർക്ക് വെള്ളമില്ല കുടിക്കാനായിട്ട്. അപ്പോൾ ദൈവജനത്തിന് വെള്ളമില്ല. അവർ വന്നിട്ട് പരാതി പറയാൻ തുടങ്ങി, ഈ മരുഭൂമി കിടന്ന് വെള്ളമില്ലാതെ മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, ഇങ്ങനെ അവർ ചോദിക്കുകയാണ്. അപ്പോൾ മോശ എന്ത് ചെയ്തു? മോശ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി പറഞ്ഞു, കർത്താവേ ദേ വെള്ളമില്ല, എന്ത് ചെയ്യാം? അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നിൻ്റെ വടി കയ്യിലെടുക്കുക, നീയും നിൻ്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പന അനുസരിച്ച് മോശ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു. കണ്ടോ? നീ വടിയെടുത്ത് ഈ പാറയോട് ആജ്ഞാപിച്ചാൽ ഈ പാറയിൽ നിന്ന് വെള്ളം വരുമെന്ന് ദൈവം അരുൾ ചെയ്യുകയാണ്. യേശു പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ മോശയുടെ വടിയെടുത്തു. മോശയുടെ വടി, അത്ഭുത വടി. ആ വടിയെടുത്ത് മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. മോശ എന്താ പറയുന്നത് ശ്രദ്ധിച്ചോ? മോശ ജനങ്ങളോട് പറയുക, മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടി കൊണ്ടടിച്ചു.
ധാരാളം ജലം പ്രവഹിച്ചു, മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. കണ്ടോ മോശ എങ്ങനെയാണ് പെരുമാറിയത്? മോശ ഒരു ശാന്തനായിട്ടല്ല പെരുമാറുക. മോശ പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. ഈ ജനം ഒന്നിൻ്റെ പുറകെ ഒന്നായി പരാതി ഇങ്ങനെ പറയുകയാണ്. ഇറച്ചിയില്ല, കടപക്ഷിയില്ല, മീനില്ല, മുട്ടയില്ല, അത് അപ്പം കിട്ടിയില്ല, അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഇപ്പോൾ വെള്ളമില്ല, ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി പരാതി വന്നപ്പോൾ മോശയ്ക്കും ദേഷ്യം വരികയാണ്. അപ്പോൾ മോശ അല്പം ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചൊരു സന്ദർഭമാണ് ബൈബിൾ കൊടുത്തിരിക്കുക. സംഖ്യ 20:10 മോശ ഇങ്ങനെ പറഞ്ഞു, ധിക്കാരികളെ. നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കണ്ടോ, ഇതാണ് ചോദിക്കുക. ധിക്കാരികളെ. ദേഷ്യപ്പെടുകയാണ് മോശ. ആ വാക്ക് അതിൽ നിന്നാണ് വരിക. ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? ഇങ്ങനെ പറഞ്ഞ് ദൈവം പറഞ്ഞതുപോലെ, ദൈവം പറഞ്ഞത് വടി കൊണ്ട് ചൂണ്ടാൻ ആജ്ഞാപിക്കാനാണ് പറഞ്ഞത് പാറയോട്. പക്ഷെ അവൻ ചൂണ്ടുകയൊന്നല്ല ചെയ്തേ. ആ ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റാതെ മനുഷ്യരെ അടിക്കുന്നതിൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരടിക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ പകരമായിട്ട് അടിച്ചത് പാറപ്പുറത്ത് അദ്ദേഹം വടി കൊണ്ട് പാറയിൽ 2 പ്രാവശ്യം അടിച്ചു എന്ന് പറയാം. ഈ മനുഷ്യരോടുള്ള ദേഷ്യമാണ് ഈ കിടന്ന് കാണിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചില ഭർത്താവിനോടുള്ള, ഭാര്യയോടുള്ള, മക്കളോടുള്ള ദേഷ്യമൊക്കെ വേറെ വല്ല പ്ലേറ്റിനോടോ കലത്തോടോ വേറെ കുട്ടികളോടോ അല്ലെങ്കിൽ നാട്ടുകാരോടോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും കാണിക്കുക. ഇതുപോലെ മോശ നേരിട്ടല്ല കാണിക്കുക. ഈ ജനങ്ങളടിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം അവരോട് 2 കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അത് കാണിക്കുക അദ്ദേഹം പാറപ്പുറത്ത് 2 പ്രാവശ്യം അടിക്കുകയാണ്. ശാന്തതയില്ലാത്ത അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. അപ്പോൾ ദൈവം എന്തുണ്ടായി? ദൈവം അരുൾ ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് മോശയോടും അഹരോനോടും അരുൾ ചെയ്തു, ഇസ്രായേലിൻ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കില്ല. ഇതാണ് മെരീബായിലെ ജലം. ഹല്ലേലൂയാ. കണ്ടോ, ദൈവം അരുൾ ചെയ്തു നോക്കിയേ. ദൈവം പറയാൻ, ദൈവം മോശയ്ക്ക് അഹ്റോനൊരു ശിക്ഷ കൊടുക്കുകയാണ്. എന്താണ് ശിക്ഷ കൊടുക്കുന്നത്? ഇതാണ്, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധത്തിൽ നീ പെരുമാറിയില്ല. ഇതാണ് മോശയുടെ കുറ്റം. എൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത ഒരു സ്വഭാവമാണ് നീ ഇപ്പോൾ പെരുമാറിയതും. എന്താണ് ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്തൊരു സ്വഭാവം? പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. അത് ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേരുന്ന ഒരു സ്വഭാവമേ അല്ല. അതുകൊണ്ടാണ് യേശു മത്തായി 11:29 പറഞ്ഞത്, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. യേശു പറയാണ്, ഞാൻ ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്. നിങ്ങൾ എന്നെ കണ്ടുപഠിക്കുക. യേശുവിനെ പറ്റി തന്നെ പറയുന്നൊരു സ്വഭാവ രീതിയാണ് ശാന്തത. യേശുവിനെ പറ്റി പ്രവാചകന്മാർ പറയുന്നത് എന്താണ്? യെശയ്യാ 42:2 അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീതികളിൽ ആരും അവൻ്റെ സ്വരം കേൾക്കില്ല. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കില്ല, മങ്ങിയ തിരി കെടുത്തില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഹല്ലേലൂയാ. യേശുവിൻ്റെ സ്വഭാവം ഇതാണ്. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കില്ല, പുകഞ്ഞ തിരി കെടുത്തില്ല. തെരുവീതികളിൽ ആരും അവൻ്റെ സ്വരം കേൾക്കില്ല. കണ്ടോ, ഇതാണ് യേശുവിൻ്റെ സ്വഭാവം. തെരുവീതികളിൽ ആരും നമ്മുടെ ദൈവം കോലാഹലങ്ങളുടെ ദൈവമല്ല. പൗലോസ്ലീഹ പറയുകയാണ്, നമ്മുടെ ദൈവം കോലാഹലങ്ങളുടെ ഒരു ദൈവമല്ല. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ദൈവം, നമ്മുടെ കർത്താവ് ഒരു തിക്കും തിരക്കും ബഹളം ഉണ്ടാക്കുന്ന ഒരു കർത്താവല്ല. അതല്ലേ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53:7 അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. കണ്ടോ, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചെമ്മരിയാടിനെ പോലെ ഈശോ ശാന്തനാണ്. ഭയങ്കര ശാന്തതയാണ്. യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട 2 പുണ്യങ്ങളാണ്. 1 ശാന്തത, 2 എളിമയുള്ളൊരു ഹൃദയം. കണ്ടോ, ശാന്തത. സഹനം വരുമ്പോൾ ശാന്തതയോടെ പെരുമാറുന്ന കർത്താവ്. ബൈബിളിൽ ഉടനീളം നമുക്കത് കാണാൻ സാധിക്കും. ശാന്തതയോടെയാണ് ഓരോ പെരുമാറ്റവും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളും വരുത്തി വെച്ചത് നമ്മുടെ ഈ ശാന്തതയില്ലാത്ത പെരുമാറ്റം കൊണ്ടാണ്. നമ്മുടെ ഈ ശാന്തതയില്ലാത്ത പെരുമാറ്റം കൊണ്ട് നമ്മുടെ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഓരോരുത്തരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഇഷ്ടംപോലെ വചനങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി പറയുന്നത് സുഭാഷിതൻ്റെ പുസ്തകം
സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 19-ാം തിരുവചനം. കഠിനമായി കോപിക്കുന്നവൻ പിഴ ഒടുക്കേണ്ടി വരും. കോപാശീലനെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ആവർത്തിക്കേണ്ടി വരും. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 3-ാം തിരുവചനം. കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ്, ഭോഷന്മാർ ശണ്ട കൂടിക്കൊണ്ടിരിക്കും. കണ്ടോ, കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് അതൊരു ബഹുമതിയാണ്. ഭോഷന്മാരെന്ത് ചെയ്യും? അവരിങ്ങനെ ശണ്ട കൂടിക്കൊണ്ടിരിക്കും. വീണ്ടും വചനം പറയുകയാണ്, സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 4-ാം തിരുവചനം. സൗമ്യൻ്റെ വാക്ക് ജീവൻ്റെ വൃക്ഷമാണ്, വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ 1-ാം തിരുവചനം. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. കേട്ടോ, വീണ്ടും വചനം പറയാം, സുഭാഷിതം 14:17. ക്ഷിപ്രകോപി എന്ന് വെച്ചാൽ നമുക്കറിയാലോ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു. ബുദ്ധിമാൻ ക്ഷമാശീലനാണ്. ബുദ്ധിമാൻ്റെ പ്രത്യേകത, അദ്ദേഹം ശാന്തനായിരിക്കും, ദീർഘക്ഷമയുള്ള വ്യക്തിയായിരിക്കും, ദീർഘശാന്തതയുള്ള വ്യക്തിയായിരുന്നു. ജോബ് ഒരു നീതിമാനായിരുന്നു. അദ്ദേഹം അതുകൊണ്ടാണ് ദീർഘശാന്തതയുള്ള വ്യക്തിയാണ് ജോബ്. അതല്ലേ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബ് 5 നമ്മൾ കാണുന്നത് 11-ാം തിരുവചനം. യാക്കോബ് 5:11. ഇതാ പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു. ജോബിൻ്റെ ദീർഘസഹനത്തെപ്പറ്റി, അതായത് ജോബിൻ്റെ ദീർഘമായ ശാന്തത, ഈ ജോബിൻ്റെ ദീർഘശാന്തതയെപ്പറ്റിയും സഹനത്തെപ്പറ്റിയും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദയയും കാരുണ്യമുള്ളവനാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. അതാണ് വചനം പറയുക. സുഭാഷിതം 14:17 പറയുകയാണ്, ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു, ബുദ്ധിമാൻ ക്ഷമാശീലനാണ്. വീണ്ടും വചനം പറയുക, സുഭാഷിതം 14:29. പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്, മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നു. പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്, മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നു. കണ്ടോ, വചനം പറയുകയാണ്, ബുദ്ധിമാൻ ക്ഷമാശീലനാണ്. പെട്ടെന്ന് കോപിക്കുന്നവൻ ഭോഷത്വം ചെയ്തു വയ്ക്കും. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം, പെട്ടെന്ന് പറഞ്ഞു പോകുന്നൊരു വാക്ക്, സംസാരം, രീതി, പ്രവൃത്തി, ഇത് വലിയൊരു തകർച്ചയിലേക്ക് പല മക്കളെയും നയിച്ചിട്ടുണ്ട്. ബൈബിളിൽ അങ്ങനെ ഇഷ്ടംപോലെ. ഇപ്പോൾ നമ്മുടെ സംഖ്യയുടെ പുസ്തകത്തിൽ തന്നെ നമ്മുടെ ബാലാമിൻ്റെ അവസ്ഥ നമുക്കറിയാം. ബാലാമിൻ്റെ അവസ്ഥയിൽ അദ്ദേഹം കഴുതേനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴുത എന്താ നടക്കാത്തതിൻ്റെ പേരിൽ കഴുതയെ അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇവൻ്റെ യാത്ര വിവേകശൂന്യമാകിയാൽ ഈ കഴുത അവിടെ കിടക്കുകയാണ് ദൈവദൂതനെ കണ്ടിട്ട്. പക്ഷേ ഈ ദൈവദൂതൻ വാളൂരി ഈ ബാലാമിനെ വെട്ടാൻ നിൽക്കുന്നത് ഈ കഴുത കാണുന്നുണ്ട്, പക്ഷെ ബാലാം മനസ്സിലാകുന്നില്ല. പിന്നീട് ദൈവദൂതൻ പറയുന്നുണ്ട്, നീ ഒരടി മുന്നോട്ട് വെച്ചെങ്കിൽ നിൻ്റെ കഴുത്ത് നീ മരണത്തിൽ നീ കലാശിക്കുകയായിരുന്നു. ആ കഴുത അവിടെ കിടന്നത് ഭാഗ്യമാണ്. ഇദ്ദേഹം കഴുത കിടന്നപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വരികയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, തടസ്സങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കലും ദേഷ്യപ്പെടലും അവസാനം നമ്മെ വലിയൊരു പ്രശ്നത്തിലേക്കോ പ്രതിസന്ധിയിലേക്കോ തകർച്ചയിലേക്കോ ആത്യന്തികമായി കൊണ്ടെത്തും. അങ്ങനെ കൊണ്ടെത്തിയൊരു വ്യക്തിയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 6-ാം അധ്യായം മർക്കോസ് 6 കാണാം. ഈ ഹെറോദോസ് രാജാവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് ഈ സ്നാപകയോഹന്നാൻ ഇഷ്ടമായിരുന്നു. നല്ലൊരു മനുഷ്യനാണെന്നറിയാം, സ്നാപകയോഹന്നാൻ നല്ല മനുഷ്യനാണെന്നറിയാം. പക്ഷേ ഈ സ്നാപകയോഹന്നാൻ ഹെറോദോസിനോട് പറഞ്ഞു, നീ നിൻ്റെ സഹോദരൻ്റെ ഭാര്യ ഹെറോദിയായെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നത്, ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നത് ശരിയല്ല. ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് ഈ സഹോദരൻ്റെ ഭാര്യ ഹെറോദിയായിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഹെറോദിയ ഈ മകനെ, ഈ യോഹന്നാനെ, സ്നാപകയോഹന്നാനെ കൊല്ലണമെന്ന് മനസ്സിലിങ്ങനെ കരുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വന്നത്. ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ വലിയ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഹെറോദിയായുടെ മകള് നൃത്തം ചെയ്ത് ഈ ഹെറോദോസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. ഇങ്ങനെ ഡാൻസ് കണ്ട് സന്തോഷിച്ച ഈ ഹെറോദോസ് എന്ത് ചെയ്തു? പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയാണ്. കണ്ടോ, ചിലർക്ക് സന്തോഷം വരുമ്പോഴാണ് ശാന്തത നഷ്ടപ്പെടുക.
സന്തോഷം വരുമ്പോൾ എന്താ പറയണേ, എന്താ ചെയ്യണേ, എന്താ സംസാരിക്കണേന്നൊന്നും ഓർക്കില്ല. അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം ആ സന്തോഷത്തിൽ, ആനന്ദത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് തരും. എന്നിട്ട് വീണ്ടും ഈ രാജാവ് അവളോട് ശപഥം ചെയ്ത് പറഞ്ഞു. കണ്ടോ, രാജാവ് പറയുക, ശപഥം ചെയ്ത് ഈ പീറ പെൺകുട്ടിയോട് പറയാണ്, നീ എന്തു ചോദിച്ചാലും അതെൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ആണെങ്കിലും ഞാൻ തരും. എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും ഞാൻ അത് തരുമെന്നൊരു രാജാവ് ഈ ഡാൻസ് കളിക്കാൻ വന്ന പെണ്ണിനോട് പറയുകയാണ്. കണ്ടോ, ബുദ്ധിഹീനമായ പെരുമാറ്റം. അതുകൊണ്ടാണ് ഈ വിൻസെൻ്റ് പോളൊക്കെ പറയുക, വിശുദ്ധ വിൻസെൻ്റ് പോൾ പറയുകയാണ്, ഈ കലഹിക്കുന്നവൻ്റെ, ദേഷ്യപ്പെടുന്നവൻ്റെ ഹൃദയം ഇങ്ങനെ മുള്ളുകൾ മാത്രം വിളയുന്നൊരു വയലിന് തുല്യമാണ്. കലഹിക്കുന്നവൻ്റെ ഹൃദയം മുള്ളുകൾ മാത്രം വിളഞ്ഞു നിൽക്കുന്ന ഒരു വയലിന് തുല്യമാണ്. മനസ്സിലായോ? അങ്ങനെയാണ് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തി ആരും സ്നേഹിക്കില്ല. ഇതിനെപ്പറ്റി വിശുദ്ധ അലോഷ്യസ് പറയുന്നത് ഇങ്ങനെയാണ്, ഈ പ്രകൃതക്കാരെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്, ദേഷ്യപ്പെടുന്നവൻ്റെ ഹൃദയം കലങ്ങി മറിഞ്ഞൊരു വെള്ളം പോലെയാണ്, പിശാച് അതിന് മീൻ പിടിക്കുന്നതെന്നാണ് വിശുദ്ധ അലോഷ്യസ് പറയുക. ദേഷ്യപ്പെടുന്നവൻ്റെ ഹൃദയം കലങ്ങി മറിഞ്ഞ വെള്ളം പോലെയാണ്. ആരവിടെ മീൻ പിടിക്കുന്നത്? പിശാച്. ഇന്ന് പല കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലും നമ്മുടെ ബിസിനസ് സ്ഥലങ്ങളിലൊക്കെ എത്രയോ പിശാച് ഇങ്ങനെ മീൻ പിടിച്ച് പോകുന്നുണ്ട്. ഈ കലക്കൽ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന വ്യക്തി ആരാണ്? അത് പിശാചാണ്. കലക്കെന്ന് വെച്ചാൽ കലഹം, കുടുംബ കലഹങ്ങൾ, വ്യക്തി ജീവിതത്തിലെ കലഹങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ, സമൂഹ ജീവിതത്തിലെ കലഹങ്ങൾ. ഈ കലഹം ഉണ്ടാക്കുന്ന വ്യക്തി അത് പിശാചാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിപ്പിക്കുന്നത് പിശാചാണ്. ശാന്തതയില്ലാത്ത പെരുമാറ്റം, ഹെറോദോസിൽ പ്രവർത്തിച്ചത് പിശാചാണ്. പെട്ടെന്ന് ശാന്തതയില്ലാതെ അദ്ദേഹം പറഞ്ഞു, എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, രാജ്യത്തിൻ്റെ പകുതി പോലും. ഈ പെൺകുട്ടി എന്ത് പറഞ്ഞു? ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഈ സ്നാപയോഹന്നാൻ്റെ ശിരസ്സാണ് വേണ്ടതെന്ന്. അദ്ദേഹം വചനം പറയുകയാണ്, അദ്ദേഹം ഉടനെ അകത്ത് പ്രവേശിച്ച് വചനം പറയും, 26-ാമത്തെ തിരുവചനം, രാജാവ് അതീവ ദുഃഖിതനായി. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പല മക്കളും അതീവ ദുഃഖിതരായിരിക്കാം. ഒരു കാരണം എന്താണെന്ന് അറിയാം, ചിലപ്പോൾ ഇതായിരിക്കാം, പെട്ടെന്നെടുത്തൊരു തീരുമാനം, ഒരു ബിസിനസ് തുടങ്ങാനോ അത് നിർത്താനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ നടത്താനോ ഒരു സംസാരം വഴി ഒരു വാക്ക് മതി എല്ലാം തകർന്ന് തരിപ്പണായി പോകാൻ. ഞാൻ ഓർക്കുകയാണ്, ഒത്തിരിയേറെ ഉദാഹരണങ്ങളുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും മീൻ കച്ചവടം നടത്തുന്ന ഒരു ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി വരികയാണ്. അവരുടെ മനസ്സിൽ കണ്ടമാനം വെറുപ്പാണ്. ഞാൻ വന്ന് പരിപൂർണ്ണ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. ആരോടെ വെറുപ്പ്? ഈ ചേട്ടൻ പറഞ്ഞ എൻ്റെ ഒരു കാലത്ത് എൻ്റെ ഏറ്റവും ചങ്കായിരുന്ന, അത്രയും ഇഷ്ടപ്പെട്ടിരുന്ന, ഞങ്ങൾ അത്രയും കൂട്ടുകാരായിരുന്നു വെച്ചാൽ, അത്രയും വലിയ സുഹൃത്ത്, അത്രയും വലിയ വിശ്വാസമുള്ള ഒരാൾ, വിശ്വസ്തന്, അങ്ങനെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തോടാണ് ഇപ്പോൾ ഏറ്റവും വലിയ വെറുപ്പ്. ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്താണ്? കാരണം ചോദിച്ചപ്പോഴല്ലേ മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്തുണ്ടായി, ഇവിടെ ആധാരം മറ്റോ, അദ്ദേഹം സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് അദ്ദേഹത്തിന് ആധാരമൊക്കെ കൊടുത്ത് അദ്ദേഹം പണയം ചെയ്ത് അങ്ങനെയൊക്കെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുക. ഇനി അദ്ദേഹത്തിനൊന്നും വെക്കാനില്ല. അപ്പോൾ ഇവരുടെ ആധാരം ചോദിച്ചു. സുഹൃത്തല്ലേ, വിശ്വസ്തനല്ലേ, അങ്ങനെ ഇദ്ദേഹത്തെ എങ്ങനെയും സഹായിക്കണ്ടേ, കർത്താവ് സഹായിക്കാനല്ലേ ബൈബിളിൽ പറയണേ. ഇങ്ങനെ കരുതി വേറെ ഒന്നും മേലെ കീഴ് ചിന്തിച്ചില്ല. ഇവരുടെ ആധാരം എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു, ഇങ്ങനെ ലോൺ എടുക്കാനോ മറ്റു കാര്യത്തിനൊക്കെ ആയിട്ട്. അങ്ങനെ അവരത് വെച്ചു. അങ്ങനെ എന്തുണ്ടായി, ഇദ്ദേഹത്തിന് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, കൂട്ടുകാരന് അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞു കൂട്ടുകാരൻ്റെ വീട് ഏകദേശം പോയ പോലെ, അടുത്ത് ഇവരുടെ വീടും പോയ പോലെ, അങ്ങനെ ആ വലിയ വെറുപ്പിലിരിക്കുകയാണ്. ഇപ്പം എന്തായി? ആ സ്നേഹം എന്തായി? അന്ന് സ്നേഹമായിരുന്നെങ്കിൽ ഇന്നത് വെറുപ്പായി. കണ്ടോ, പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ, കൂട്ടുകാരനാണെങ്കിലും കൂട്ടുകാരിയാണെങ്കിലും അനിയനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും ആര് തന്നെയാണെങ്കിലും വിവേകത്തോടെ പെരുമാറാൻ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. കാരണം എന്താ? ഞെരുക്കുന്ന ദൗർഭാഗ്യം, ഞാൻ പറഞ്ഞല്ലോ, ദൗർഭാഗ്യം മാത്രം വരില്ല, ശാന്തത, ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ നമ്മൾ മറന്നു. അതല്ലേ ഈ പ്രേമിക്കുന്നവർക്ക് പറ്റുന്നത്? അതല്ലേ, അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കുട്ടികൾക്ക്. അങ്ങടെ സ്നേഹം മാത്രമെന്ന് കരുതുകയാണ്. പക്ഷേ അതെല്ലാം കഴിയുമ്പോഴാണ് എല്ലാം മനസ്സിലാവുക. മനസ്സിലായോ? ഇപ്പോൾ സ്നേഹം മാത്രമാണ്, അക്രൈസ്തവനെ സ്നേഹിക്കുന്നു, അതിപ്പോൾ പറഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവുന്നില്ല. അങ്ങോട്ട് പറഞ്ഞാൽ നേരെ ഇങ്ങനെ നമ്മൾ റബ്ബർ പന്ത് വെച്ച് ഒമിനിപ്പിക്ക് അറിയുന്ന പോലെ നേരെ തിരിച്ചടിക്കും. അച്ഛൻ അറിയാനായിട്ടാണ് ഞങ്ങൾ അങ്ങനെയാണ്, സ്നേഹമാണ്, അതാണ് അച്ഛൻ വിചാരിക്കുന്ന പോലെ അല്ലാതെ അങ്ങനെയല്ല, പെൺകുട്ടിയല്ല, അത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ന്യായീകരിച്ചിരിക്കുന്നവരാണ് 3 മാസം കഴിയുമ്പോഴേക്കും പിന്നെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് വരിക. കണ്ടോ, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. ശാന്തതയോടെ പെരുമാറുക, ശാന്തതയോടൊരു തീരുമാനം എടുക്കുക. നീ ഓരോ കാര്യങ്ങളെപ്പറ്റി അവധാനപൂർവ്വം ചിന്തിക്കുക, ഒന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുക. യേശു അങ്ങനെയല്ല ചെയ്യുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം നോക്കി ഈശോയുടെ സ്വഭാവം നമ്മൾ ശരിക്കും പഠിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു നല്ലൊരു സംഭവമുണ്ട്. അവിടെ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുണ്ട്.
ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അവന് സൈലൻ്റായിട്ട് ശാന്തമായിട്ടാണ് കൊണ്ടുവരുന്നത്? അല്ല. യേശു ഒലിവുമലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവനിരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ നടുവിൽ നിർത്തി. അവർ അവനോട് ചോദിച്ചു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശയുടെ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? അതെന്തിനാണ് ചോദിച്ചത്? അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചത്. അപ്പോൾ ഈ നിയമജ്ഞരും ഫരിസേയരും അവർ ഈ പെണ്ണിനെ പിടിച്ചു കൊണ്ടുവരുന്നത് ഈ സിനിമകളിലൊക്കെ ഇതിനെ ചിത്രീകരിച്ചിട്ടുണ്ട്. തിക്കും തിരക്കും ബഹളമായാണ്, കല്ലെറിഞ്ഞ് വലിച്ചാണ് ഇതിനെ കൊണ്ടുവരിക. എന്നിട്ടാണ് ഇതിന് ഈ സ്ത്രീനെ ഈശോയുടെ മുമ്പിൽ കിടത്തുക. എന്നിട്ട് പറയുകയാണ്, ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട കല്ലെറിഞ്ഞ് കൊല്ലാനെന്നാണ് നിയമം പറയുന്നത്. നീ എന്ത് പറയുന്നു? അപ്പോൾ യേശു എന്ത് ചെയ്തു? യേശു വചനം പറയുകയാണ്. അപ്പോൾ യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എന്തോ എഴുതിക്കൊണ്ടിരുന്നു. കണ്ടോ? ഈ പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്നവരെ പോലെ പൊട്ടിത്തെറിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ കൂക്കി വിളിക്കുകയോ കല്ലെറിയുകയോ അല്ലെങ്കിൽ തിക്കും തിരക്കും ബഹളം കാണിക്കുകയോ തിരക്കടിക്കുകയോ അല്ല ചെയ്യുക. പെട്ടെന്നൊരു തീരുമാനം, അന്ന് ചെയ്തോ അങ്ങനെ ചെയ്തോ, നിയമം അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോ, അങ്ങനെ പറയുകയല്ല ചെയ്തത്. അല്ലെങ്കിൽ നിയമം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, അതുമല്ല ചെയ്യുന്നത്. പെട്ടെന്നൊരു തീരുമാനം ഈശോയുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ഒന്ന് ശാന്തമാവുകയാണ്. ശാന്തമായി ആ മനുഷ്യനൊന്ന് ചിന്തിച്ചു. അദ്ദേഹം ഇങ്ങനെ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നെന്നോ. വീണ്ടും അവർ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ഈശോ ഒന്നും മിണ്ടുന്നില്ല. അവസാനം പ്രാർത്ഥിച്ച് ആലോചിച്ച് ഒരു തീരുമാനം ഈശോ പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ അവളെ ആദ്യം കല്ലെറിയട്ടെ. ഹല്ലേലൂയ. ഈ ജ്ഞാനത്തിൻ്റെ വചനം എവിടുന്ന വന്നത്? അത് പെട്ടെന്ന് ഈശോ ഈ പിടിച്ചു കൊണ്ടുവന്ന ഫരിസേയരെ പോലെ നിയമജ്ഞരെ പോലെ യേശുവും ബഹളടിക്കുകയായിരുന്നെങ്കിൽ ഈശോയ്ക്ക് ഇങ്ങനൊരു ജ്ഞാനത്തിൻ്റെ വചനം അവരോട് പറയാൻ പറ്റുമോ? എങ്ങനെ ഇത്രയും വലിയൊരു ജ്ഞാനത്തിൻ്റെ വചനം? ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ഒരു മനോഭാവം എന്താണ്? അവരുടെ മനോഭാവം അവർ നീതിമാന്മാരാണ്, പാപമില്ലാത്തവരാണ്, വിശുദ്ധരാണ്. ആ ഒരു സന്തോഷത്തിലും അഭിമാനത്തിലും തുള്ളിച്ചാടിയിട്ടാണ് അവരുടെ ശാന്തത നഷ്ടപ്പെട്ടു പോയത്. ഇങ്ങനെ ശാന്തത നഷ്ടപ്പെട്ടു പോയവരാണ് ഫരിസേയരും നിയമജ്ഞരും. പക്ഷേ യേശുവിൻ്റെ ശാന്തത കണ്ടോ? യേശു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ശാന്തതയാണ്. യേശുവിന് എപ്പോഴും ശാന്തതയാണ്. അത് ഈ സമയത്ത് മാത്രമല്ല, നിങ്ങളിൽ പാപം ചെയ്യാത്ത എല്ലാവരും കല്ലവിടിട്ട് പോവുകയാണ്. യേശു എപ്പോഴും ഒരു ശാന്തനാണ്. ഗെത്സമേനിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലായി. ഞാൻ മരിക്കണം എന്നാണ്, ഈ സഹനം കാസ കുടിക്കണം എന്നാണ് പിതാവിൻ്റെ ഇഷ്ടം എന്ന് മനസ്സിലായി. പിന്നീടുള്ള ഓരോ സ്റ്റെപ്പ് നിങ്ങൾ നോക്കിയേ, യേശു എപ്പോഴും സഹനം വന്നപ്പോഴും ശാന്തതയാണ്. അപ്പോഴാണ് പിടിക്കാനായിട്ട് ആൾക്കാർ വരിക, പടയാളികൾ വരിക. അപ്പോൾ യേശു ശാന്തതയോട് ചോദിച്ചു, ഈ കള്ളന്മാരെയും കവർച്ചക്കാരെയൊക്കെ പിടിക്കാൻ വരണ പോലെ നിങ്ങൾ വാളും വടിയൊക്കെ ആയിട്ട് എന്നെ പിടിക്കാൻ വരാണോ? അത് ദേഷ്യപ്പെട്ടാണോ ചോദിച്ചത്? ശാന്തതയോടെ. ഒരുത്തൻ ശിഷ്യൻ വന്ന് മുഖത്ത് ചുംബിച്ചു. അപ്പോൾ യേശു ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നതെന്നാണോ ചോദിച്ചത്? അല്ല, സ്നേഹിത, ചുംബനം കൊണ്ടാണോ നീ മനുഷ്യപുത്രനെ ഒറ്റി കൊടുക്കുന്നത്? ശാന്തത. കണ്ടോ? ഈശോയുടെ തലയിൽ മുൾപിടി ധരിപ്പിച്ചപ്പോഴും ശാന്തത, ചവിട്ടി കൊണ്ട് അടിച്ചപ്പോഴും ശാന്തത, കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മിരിയാടിനെ പോലെ അവൻ ശാന്തനായി. ചാട്ടവാറ് കൊണ്ട് പ്രഹരമേൽക്കവേ, ഇങ്ങനൊരു പാട്ടുണ്ട്. അപ്പോൾ ശാന്തതയാണ് ഈശോ, എപ്പോഴും ശാന്തതയാണ്. എൻ്റെ പ്രിയ മക്കളെ പ്രത്യേകം മനസ്സിലാക്കുക, ശാന്തത എന്ന് ഉദ്ദേശിക്കുന്നത് അത് മറ്റുള്ളവരെന്ത് പറഞ്ഞാൽ അതിന് യെസ് പറഞ്ഞിരിക്കില്ലല്ല ശാന്തത. ശാന്തത എന്ന് വെച്ചാൽ പുണ്യത്തിൻ്റെ പ്രത്യേകത ശാന്തശീല ഭൂമി അവകാശമാക്കുന്ന പറയുക. മത്തായിയുടെ സുവിശേഷം 5:5, ശാന്തശീല ഭാഗ്യവാന്മാർ അവർ ഭൂമി അവകാശമാക്കും. ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ശാന്തമായിട്ടിരുന്ന ഉള്ള ഭൂമി നഷ്ടപ്പെടുള്ളൂ. അതല്ല ശാന്തത എന്ന് ഉദ്ദേശിക്കുന്നത്. ശാന്തത എന്ന് വെച്ചാൽ ദൈവപരിപാലനയ്ക്കും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനും തന്നെ വിധേയപ്പെടുത്തുന്നവരാണ്, സമർപ്പിക്കുന്നവരാണ് ശാന്തശീലർ. അതിനെയാണ് ബൈബിൾ ശാന്തത എന്ന് പറയുക. അല്ലെങ്കിൽ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നതാണോ ശാന്തത? അതല്ലാട്ടോ ശാന്തത. എല്ലാറ്റിനും കീഴ്പ്പെട്ടിരിക്കുന്നതാണോ ശാന്തത? അതുമല്ല ശാന്തത. ശാന്തരായവരുടെ പ്രത്യേകത വെച്ചാൽ ഓൾറെഡി പറഞ്ഞു, ജീവിതത്തിലെ ഓരോ പ്രതികൂല സാഹചര്യങ്ങളും സമചിത്തതയോടെ നേരിടുന്നവരെയാണ് ശാന്തശീലർ എന്ന് പറയുക. ശാന്തശീലരുടെ പ്രത്യേകത അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ദൈവപരിപാലനയിൽ വിശ്വസിക്കുന്നവരും സമർപ്പിക്കുന്നവരും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് തങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നവരാണ്. ഇതാണ് ശാന്തത. പ്രൈസ് ദി ലോർഡ്. ഭൂമി അവകാശമാക്കുന്നു ഉദ്ദേശിക്കുന്നത് ദൈവരാജ്യം അവകാശമാക്കുന്ന പറയാ ശാന്തതയുള്ളവർ. മനസ്സിലായോ? അപ്പം യേശുവിൻ്റെ ഈ ബൈബിളിൽ നമ്മെ പരിചയപ്പെടുത്തി ഈ ലോകത്തുള്ള മനുഷ്യരിൽ ഏറ്റവും ശാന്തനായ മനുഷ്യൻ ആരാണ്? പഴയ നിയമത്തിൽ മോശയാണെങ്കിൽ
പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായാണ്, ഈശോയാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും ശാന്തനാണ്. ചവിട്ടി കൊണ്ട് അടിച്ചപ്പോഴും ശാന്തതയാണ്. കുരിശ് തറച്ചപ്പോൾ ഈശോ കുരിശ് തറച്ചപ്പോൾ പെടഞ്ഞു മരിച്ചു എന്നാണ് പറയുന്നത്. അല്ല, അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത്? അവൻ തല ചായ്ച്ച് മരിച്ചു. തല ചായ്ക്കുന്നത് എപ്പോഴാണ്? നമ്മൾ തലേണയിലൊക്കെ തല ചായ്ക്കുക. തല ചായ്ച്ച് ആ മനുഷ്യൻ മരിക്കുകയാണ്. യേശുവിൻ്റെ ശാന്തത. ആ നല്ല കള്ളൻ നോട്ട് ചെയ്തു യേശുവിൻ്റെ ശാന്തത. അവൻ വലതുവശത്ത് കിടന്നോട്ട് ഇടതുവശത്തേക്ക് തിരഞ്ഞു നോക്കി. ഈ മനുഷ്യന് ഇത് എങ്ങനെയാണ് ശാന്തത? ഞങ്ങളൊക്കെ സഹിക്കുന്നത് ഞങ്ങളുടെ പാപത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ സഹിക്കുകയാണ്. പക്ഷെ അവരൊക്കെ ഈ ആണി തറയ്ക്കുന്നവരെയും എല്ലാവരെയും കുറ്റപ്പെടുത്തിയിട്ടാണ് ഇവർ രണ്ട് കള്ളന്മാരും മരിക്കുന്നത്. അവനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട രണ്ട് കള്ളന്മാരും യേശുവിനെ ദുഷിച്ചു പറഞ്ഞു, എല്ലാവരെയും ദുഷിച്ചു പറഞ്ഞു. എന്നാൽ യേശു അങ്ങനെ സഹനത്തിൽ പൊട്ടിത്തെറിച്ച് എല്ലാവരെയും ദുഷിച്ചു പറയുന്ന ആളായിരുന്നു? അല്ല, യേശു ശാന്തനായിരുന്നു. ശാന്തമായി സഹിക്കുക. കണ്ടോ ശാന്തത? കുരിശിൽ കിടക്കുമ്പോഴും ശാന്തതയാണ്. ഇനി ഉയർത്തെഴുന്നേറ്റപ്പോഴും ശാന്തതയാണ്. സഹനത്തിൽ മാത്രമല്ല യേശുവിൻ്റെ ശാന്തത. ഉയർത്തെഴുന്നേറ്റ കർത്താവ് എങ്ങനെയായിരുന്നു? ശാന്തനായിരുന്നു. ആരെങ്കിലോടും ഭയപ്പെടുത്താൻ പോയാ? ഹെറോദസിൻ്റെ അടുത്തേക്കോ യൂദാസിൻ്റെ അടുത്തേക്കോ കയ്യപ്പാസിൻ്റെ അടുത്തേക്കോ? യൂദാസ് മരിച്ചുപോയി. ഇനി യേശുവിനെ ചവിട്ടി കൊണ്ട് അടിച്ചവരുടെ അടുത്തേക്കോ ഒന്ന് പ്രത്യക്ഷപ്പെട്ട് അവരെ ഒന്ന് ഭയപ്പെടുത്താനോ പേടിപ്പെടുത്താനോ യേശു പോയോ? ഇല്ല. യേശു ആർക്കും പ്രത്യക്ഷപ്പെടുന്നില്ല. യേശു പ്രത്യക്ഷപ്പെട്ടത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക്. യേശു പ്രത്യക്ഷപ്പെട്ടത് ചില അബലകളായ സ്ത്രീകൾക്ക്, പാവപ്പെട്ട സ്ത്രീകൾക്ക്. യേശു ഒരു ശക്തി പ്രകടനത്തിൻ്റെ വ്യക്തിയല്ല യേശു. നമ്മുടെ ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല. അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കില്ല, പുകഞ്ഞ തിരി കെടുത്തില്ല, തെരുവീതികളിൽ ആരും അവൻ്റെ സ്വരം കേൾക്കില്ല. ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ, ശാന്തത എന്ന പുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിമോത്തിയോസിന് എഴുതിയ ലേഖനം, 2-ാം ലേഖനം, 2-ാം അധ്യായം 23-ാം തിരുവചനം. തിമോത്തിയോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ, ആ ഒരു ശിഷ്യൻ പൗലോസ്ലീഹായെ ഒത്തിരി പ്രേക്ഷിത വേലയിൽ സഹായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു സുവിശേഷ പ്രഘോഷകന് വേണ്ട, ഒരു വ്യക്തിക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണം, എൻ്റെ തിമോത്തിയോസ് ഇതാണ് കേട്ടോ, നീ പ്രത്യേകം ശ്രദ്ധിച്ചോളോ എന്ന് പൗലോസ്ലീഹ തിമോത്തിയോസിന് ഉപദേശിക്കുന്ന ഒരു രംഗമുണ്ട്. അതൊന്ന് വായിക്കാം. 2 തിമോത്തി 2-ാം അധ്യായം 23-ാം തിരുവചനം. മൂഢവും ബാലിശവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത്, അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. ഹല്ലേലൂയാ. എതിർക്കുന്നവരെ എങ്ങനെ തിരുത്തണം? സൗമ്യതയോടെ തിരുത്തണം. അവൻ യോഗ്യനായ അധ്യാപകനായിരിക്കണം. ഒരു അധ്യാപകന് വേണ്ട ഗുണം എന്താണ്? ക്ഷമാശീലം, ശാന്തത. കർത്താവിൻ്റെ ദാസൻ അവൻ കലഹപ്രിയനായിരിക്കരുത്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുകയാണ്, എഫെസോസ് 4:2, പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും, ശാന്തതയോടും വിനയത്തോടും ദീർഘമായ ക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. കണ്ടോ, പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും കൂടെ. ശാന്തത അതാണ് പറയുക. വീണ്ടും പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 3-ാം തിരുവചനം. ബാഹ്യമോടികളായ പിന്നിയോ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളല്ല എൻ്റെ പ്രിയ മക്കളെ നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. ഒരു സ്ത്രീക്ക് ഉണ്ടാവേണ്ട, ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവേണ്ട ഗുണത്തെപ്പറ്റി പത്രോസ്ലീഹ പറയുകയാണ്. ബാഹ്യമോടികളായ പിന്നിയോ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളല്ലാട്ടോ നിങ്ങളുടെ അലങ്കാരം. എന്താണ് നിങ്ങളുടെ അലങ്കാരം? പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം. ശാന്തത. സാറ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അപരാധത്തെ അനുസരിച്ചിരുന്നല്ലോ. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ, ശാന്തത യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പുണ്യം. ശാന്തത, എളിമ. ഹൃദയം ശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് തുല്യമാക്കി മാറ്റണേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.